ഹായ്, നമസ്കാരം. SP അരുളലാണ്. മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴക്കൂട്ടത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരു വലിയ ശാപമോക്ഷം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി കഴക്കൂട്ടത്തിന്റെ നഗരപ്രദേശത്തോട്ട് വന്നിറങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായിരുന്നു ഈ അമ്മൻ കോവിലിന് തൊട്ടടുത്തുള്ള ഒരു റോഡ്. ആ റോഡിനെ നിങ്ങൾ ദൃശ്യം കാണിച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ യാത്ര ചെയ്തവർക്ക് അറിയാം, ഒരു ദുരിതക്കയമായിരുന്നു. ഒരു 2 വീലറുകാരെ സംബന്ധിക്കുന്നിടത്തോളം 3 വീലറുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഒക്കെ നടുവൊടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പല സന്ദർഭങ്ങളിൽ ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അന്ന് ഇതിന് റെഡിയാക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് ഇലക്ഷൻ കാര്യം ഒരു സമയം വന്നു. വലിയ പ്രചരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സന്ദർഭത്തിലാണ് ആ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാര്യം എല്ലാവർക്കും അറിയാം, ഈ അമ്മൻകോവിലുമായിട്ട് ബന്ധപ്പെട്ടൊരു ഈ കഴക്കൂട്ടം, അതായത് മേനംകുളത്ത് നിന്ന് വരുന്ന പാലത്തിന്റെ തൊട്ടടുത്ത് നിന്നും ഒരു റോഡ് കടന്നു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട റോഡാണ്. കിൻഫ്രയിലേക്ക്, അല്ലെങ്കിൽ മരീൻ എഞ്ചിനീയറിംഗ് കോളേജ്, സെന്റ് സേവിയേഴ്സ് കോളേജ് തുടങ്ങി പലയിടങ്ങളിലേക്കും കടന്നു പോകുന്ന മനുഷ്യർ കടന്നു പോകുന്ന ഈ വഴിയിൽ ഒരു കൺജസ്റ്റഡ് ആണ്. ഒരു ക്ഷേത്രവും ഒരു ആശുപത്രിയുടെയും തൊട്ടടുത്ത് വരുന്ന ഈ കൺജസ്റ്റഡ് റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡായിരുന്നു. ആ റോഡ് കടന്നു പോകുന്നിടത്ത് ഈ കുഴിയായത് മാറ്റണമെന്നുള്ള ആവശ്യങ്ങൾ പല തവണ ഉന്നയിച്ചെങ്കിലും അത് കൃത്യമായിട്ട് നടന്നിരുന്നില്ല. അതാണിപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്ത് ഒരു പരിസമാപ്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനി ഇത്രയും കാലം പാച്ച് വർക്ക് നടത്തിയിരുന്ന റോഡാണ്. ആ പാച്ച് വർക്ക് നടത്തിയിരുന്ന റോഡ് ഈ കാൽനടക്കാര്, 2 വീലറുകാരെയൊക്കെ വലിയ ദുരിതം സമ്മാനിച്ചിരുന്നു. പലരും മറിഞ്ഞു വീഴുന്ന സാഹചര്യം വരെ എത്തിയതാണ് ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരം. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടല്ല. നേരത്തെ തന്നെ 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നായിരുന്നു. മഴക്കാലം ആയിരുന്നത് കൊണ്ടാണ് അത് നടക്കാതെ പോയതെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഇപ്പോൾ നോക്കൂ, റോഡ് കൃത്യമായിട്ട് നല്ല കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഇപ്പോൾ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് കണ്ടോ, ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള S പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ്. പ്രശാന്തിനോട് ചോദിക്കാം. പ്രശാന്ത്, ഒരുപാട് പരാതികൾ ഉയർന്ന റോഡാണ്. ഒരുപക്ഷെ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധികൾ, ഏതൊരു രാഷ്ട്രീയ ചേരിയിൽ നിന്ന് പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ ഇവിടെ വന്നിട്ട് പല വീഡിയോകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. വലിയൊരു ഇടപെടലാണ്. കാര്യം ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഗുണകരമായൊരു തീരുമാനം. എന്താണ് അത് വൈകാനുണ്ടായിരുന്ന കാരണം? വൈകാനുണ്ടായ കാരണം ഇതിനകത്ത് 2 or 3 പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ ഭാഗം കോൺക്രീറ്റ് ചെയ്തതാണ്. ഇതുപോലെ ഉയർത്തി കോൺക്രീറ്റ് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കിതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ വരുന്ന കാലഘട്ടത്തിനകത്ത് നമുക്ക് പുതിയ പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ട് വലിയ റിങ്ങുകൾ ഇറക്കിക്കൊണ്ട് ഈ വെള്ളം ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ള മാർഗമാണ്. കാരണം ഇവിടുത്തെ പ്രധാന കെട്ടിടങ്ങളിൽ നിന്നുള്ള എല്ലാ വെള്ളവും വന്നു ചേരുന്ന ഒരു പ്രദേശമായി ഇത് മാറുകയാണ്. ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടെ ഈ സ്ഥലം താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്. മുകളിൽ PWD റോഡ് ഉയർന്നു കിടക്കുന്നു, തൊട്ടപ്പുറത്ത് റെയിൽവേ മേൽപ്പാലവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വതേ ഒരു കുഴിഞ്ഞ പ്രദേശമാണ്. വെള്ളം ഒരു അല്പം പോലും പുറത്തു പോകാൻ കഴിയുന്നില്ല. ഇവിടെയുള്ള കെട്ടിട സമുച്ചയങ്ങളിൽ നിന്നെല്ലാം വരുന്ന വെള്ളം പൂർണ്ണമായി ഇവിടെ വന്ന് കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ ഇടുന്ന ടാറ് പെട്ടെന്ന് ഇളകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. VK പ്രശാന്തിന്റെ കാലഘട്ടത്തിലും നിലവിലെ LS കവിതയുടെ കാലഘട്ടത്തിലും 2 or 3 പ്രാവശ്യം നമ്മൾ ടാർ ചെയ്തതാണ്. പക്ഷെ ആ ടാറ് നിൽക്കാത്തതിന്റെ കാരണം ഈ പറയുന്ന വെള്ളം, വലിയ വോളിയത്തിലുള്ള വെള്ളം വന്നിറങ്ങുകയും അത് ഒരുപോലെ കെട്ടി നിൽക്കുകയും ചെയ്യുന്നതാണ്. മഴക്കാലത്ത് നിരന്തരം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ റോഡ് ഇളകി പോകുന്നത് സർവ്വസാധാരണമാണ്. അതിനെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക എന്നുള്ള ഒരു മാർഗത്തിലേക്കാണ് ഭാവിയിൽ പോകേണ്ടത്. അതിനൊരു 3-4 റിങ്ങുകൾ, വലിയ രീതിയിലുള്ള പിറ്റുകൾ ചെയ്തുകൊണ്ട് ആ പിറ്റുകളിലേക്ക് വെള്ളം എത്തിക്കുക. അതുപോലെ തന്നെ പരമാവധി സ്വന്തം വീടുകളിലേക്ക് വരുന്ന വെള്ളം സംഭരിക്കാൻ കഴിയുക എന്നുള്ള നിലയിലേക്ക് പോകണം. ഇവിടുത്തെ ലോഡ്ജുകളടക്കം ഞാൻ പരിശോധിക്കുമ്പോൾ അവരുടെ വെള്ളം എല്ലാം പൂർണ്ണമായി റോഡിലേക്ക് വിടുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഇപ്പൊ പരാതി ഉയർന്നിരിക്കുന്നതും വരും കാലങ്ങളിൽ പരിഹരിക്കും. ജനകീയമായി ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എന്തെല്ലാം തരത്തിലേക്ക് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകം വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ അവിടുത്തെ ജനങ്ങളുമായി ആലോചിക്കുകയും ടെക്നിക്കലായി പഠിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ടീമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായി പരിഹരിക്കുന്ന തരത്തിലേക്ക് ഈ വാർഡ് മാറാൻ പോവുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. കാര്യം ഒരു വലിയ പ്രശ്നമായിരുന്നു. എല്ലാവരും ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. അത് വിശദീകരിച്ച് തരേണ്ട ഒരു കാര്യമല്ല.
അതുമായിട്ട് ബന്ധപ്പെട്ട് ദുരിതം അനുഭവിച്ചിരുന്നു. അതിന്റെ ദുരിതം അനുഭവിച്ച മനുഷ്യർക്ക് മുന്നിൽ അത് തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ ഒരു സംവിധാനത്തിന്റെയൊക്കെ ഉത്തരവാദിത്തം. അത് കുറച്ച് വൈകിയെങ്കിലും അത് അല്ലെങ്കിൽ കാലാവസ്ഥ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അത് വൈകിയെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ പോകുന്നതിനിടയിൽ വലിയ പ്രചരണമായി മാറിയിരുന്ന ഒരു വിഷയമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവിടെ മത്സരിക്കുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് വാർഡായിട്ടുള്ള ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം ഗുണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും അത്തരമൊരു പ്രവർത്തനം ജനങ്ങൾ വളരെ ദുരിതം അനുഭവിച്ചിരുന്ന ആ പ്രദേശത്തെ ആ പ്രശ്നം തീർത്തും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ജനങ്ങൾക്കാണ് ഈ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗുണകരമായ പ്രവർത്തനങ്ങളുടെ ഫലം കിട്ടേണ്ടത് ജനങ്ങൾക്കാണ്. അത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമാണ്. അത് ഇനി ഈ വഴി വരുന്ന ജനങ്ങളുടെ ഒരു വലിയ പ്രയാസത്തിനുള്ള പരിഹാരമായിട്ട് വേണം ഇതിനെ കാണാൻ.